അസ്സലാമലൈക്കും. എല്ലാവരും ചായ കുടിച്ചാ? ഞാനിതാ ചായ എല്ലാം കുടിച്ചിട്ട് ചോറ് വെക്കുന്ന പരിപാടിയാണ്. ചോറും കറിയും ഉച്ചക്ക്. ഇന്ന് ഇവിടെ മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ട്, നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം നാട്ടിലെല്ലാം ഇങ്ങനെ എല്ലാ ദിക്കിലും മഴയുണ്ടായി. ഇപ്പം ഞാൻ ഭക്ഷണം ഞാൻ വെള്ളം വെക്കട്ട് നല്ല റേഷൻ്റെ അരി ചോറ് വെക്കാം. ആ വെള്ളം തീമച്ച് വെള്ളം നന്നായി തിളക്കട്ട്, എന്നിട്ട് നമുക്ക് അരിയിടാം. നത്തൽ കിട്ടീനി, ചെറിയ നത്തൽ, അത് പൊള്ളിക്കണം. പിന്നെ വിശേഷം എല്ലാവർക്കും സുഖമല്ല. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം, ലൈക്ക് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, എല്ലാവർക്കും ഷെയറാക്കി കൊടുക്കണേ നിങ്ങൾ മറക്കരുത്. അരി ഇടുന്ന വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതാ റേഷൻ അരി, നല്ല രസമുണ്ടാവും. മുളകിട്ട കറിയും റേഷൻ അരിയുടെ ചോറും. മഴയെല്ലാം കുറഞ്ഞിട്ട് നല്ല വെയിൽ. വേഗം വെക്കും, ചോറ് വേഗം. കുറച്ച് വെള്ളം മാറ്റി വെക്കും. അത് നമുക്ക് നന്നായി ഒന്ന് അടച്ചു വെക്കാം. ഒരു കുറച്ചൊരു 5 മിനിറ്റിനാകുന്നതിന് ഇപ്പോഴേ ചോറ് റെഡിയാവും. നോക്കാം നമുക്ക്. ഉപ്പിട്ടിട്ടാ, കുറച്ച് ഉപ്പിട്ടാൽ മതി, റേഷൻ അരിയല്ലേ. നന്നായി വെന്ത് ഇങ്ങനെ ഒറ്റയാകുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് വറുക്കണം. നല്ല ചോറാണ്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് വാർക്കാം. ഞങ്ങളെ നീലസംഗ നാട്ടിലെല്ലാം ഇങ്ങനെ വാർക്കല്, നിങ്ങളെല്ലാം നാട്ടിൽ എങ്ങനെയാണെന്നൊന്ന് പറയണേ. ഊറ്റിയിടലോ അങ്ങനെ ചോറ് വാർത്ത് നമുക്ക് കറിയുടെ പണി തുടങ്ങാം. ചെറിയ നത്തൽ കിട്ടി കറിയിൽ വെക്കാം. നത്തൽ പൊള്ളിക്കാം. പാത്രം വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം. ലേശം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ. നല്ല ഇതൊന്ന് ചൂടാവട്ടെ. ഇത് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു നീരുള്ളി ഇട്ട്, ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി ചതക്കിയത്, ഒരു തക്കാളി, 3 പച്ചമുളക്. നന്നായി ഇത് വാടണം. നല്ല ഇത് വാടിയിട്ടാണ് നല്ല രസം തിരിച്ചത്. കുറച്ച് ഉപ്പിടാം, വേഗം വാടാൻ. കുറച്ച് ഉപ്പിട്ട് നല്ലൊന്ന് വാടിട്ട് കുറച്ച് വാടട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമ്മൾ നന്നായി വാടിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പൊടികളെല്ലാം ഇടാം. 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്, ഒന്നായിട്ട് ഞാൻ ഇടുന്നുണ്ട്. നത്തൽ പൊളിക്കുന്നതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കുറച്ചേ വേണ്ടും. നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഞാൻ വാട്ടുമ്പോൾ കുറച്ചിട്ട്, ഇനി വേണമെങ്കിൽ നമുക്ക് ഇടാം. ഇതിൻ്റെ ചോയെല്ലാം പച്ച ചോയെല്ലാം പോകണം. പൊടിൻ്റെ മണം
ഇതിലേക്ക് ഞാൻ പുളിയും വെള്ളവും ഒഴിക്കുന്നുണ്ട്. വാളം പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ച് അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായി വന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നത്തോലിന്നും പറയാം, നത്തളെന്നും പറയാം. പല നാട്ടിൽ പലതരം ഭാഷയാണ്. ഇത് ഞാൻ കഴുകിയിട്ട് വെച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. നല്ല രസമാണ് ഇത് വറ്റിച്ചിട്ട് വെച്ചെങ്കിൽ. കുറച്ച് തേങ്ങയും കൂടി ഇടണം. ഇത് നന്നായി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഞാൻ ഉള്ളി വാട്ടുമ്പോൾ ഇട്ടത്രേ, ഉപ്പ് കുറച്ചും കൂടി ഇതിൽ ഇടണം. നന്നായി ഇളക്കിയിട്ട് നമുക്കിത് എന്താക്കാം, അടച്ച് വെക്കാം. ആവിയിൽ പോകും പോലെ വേവിട്ട്, തീ നന്നായി കുറച്ച് വേവിട്ട്. നത്തളിൻ്റെ കറി പൊള്ളിച്ചത് റെഡിയായി. അതിലേക്ക് ഞാനിതാ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നേരത്തെ കുരുമുളകിൻ്റെ പൊടി ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതിലേക്ക് ഞാനിതാ ചെറിയൊരു മുറി തേങ്ങ ഇടുന്നു. നല്ല രസമാണ് ഈ പൊള്ളിച്ചത് കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യട്ടാ. അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പും ഇതും കൂടി ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെച്ച് 2 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം. ഇനി നമുക്ക് ചോറ് വയ്ക്കുന്നത് കാണാം. അങ്ങനെ നമ്മളെ ചോറും കറിയെല്ലാം ഇവിടെ റെഡിയായി. മാപ്പിള ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല നത്തൽ പൊള്ളിച്ചതും. നല്ല മഴ പെയ്തിട്ടാണ്. നേരത്തെ മഴ ഉണ്ടായിട്ടാ, നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പം നല്ല മഴ. ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും കൂടി ബാക്കിയുണ്ട്. നല്ല തണുത്ത നാടൻ മോര്, വെള്ളം. അപ്പം നമ്മൾ ചോറ് വയ്ക്കട്ടെ. നോക്കണം, എല്ലാവരും ചോറ് വയ്ച്ച സമയം 1:30 മണി ഉച്ച. എല്ലാത്തും റേഷനരിയിലെ ചോറും അടിപൊളി. മോരൊക്കെ ഇട്ടു. നാടൻ മോരാണ്, കുപ്പി മോര് കൊണ്ടത്. എന്താ പൊടി. പിന്നെ എൻ്റെ വീഡിയോയിലെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം, ഷെയർ ചെയ്യണം. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അസ്സലാമു അലൈക്കും.